സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെതിരെ നടപടി കടുപ്പിച്ച് സർക്കാർ. പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാനിന് പരിശീലനം നൽകണമെന്നാവശ്യപ്പെട്ട് ഉത്തരവിറക്കി. സമരക്കാർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി CPIM നേതാവ് EP ജയരാജൻ ഇന്ന് രംഗത്തെത്തി. ആശാ വർക്കേഴ്സിന്റെ സമരം 34-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് പുതിയ അധിക്ഷേപം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് സമരത്തിനെതിരെ രംഗത്തെത്തിയത്. സേവന സന്നദ്ധരായിട്ടുള്ളവരെ വഴിതെറ്റിപ്പിച്ച് ഈ സേവന രംഗത്ത് നിന്ന് അവരെ പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചില ദുഷ്ടശക്തികളുടെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ഒരു സമരമാണിത്. EP ജയരാജന്റെ പരാമർശത്തിനെതിരെ ആശാ വർക്കേഴ്സ് രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തി. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവരുടെ കൂടെ ഇവിടെ വന്ന് സമരത്തിന് ചെയ്തത്. അത് പറഞ്ഞ വ്യക്തിക്ക് ദുഷ്ടശക്തി എന്താണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അവർ ഞങ്ങളെ ഇങ്ങനെ ആശമാരെ ഇങ്ങനെ ഇട്ട് പന്ത് തട്ടുമ്പോൾ അവർക്ക് തട്ടാവുണ്ട്. ദുഷ്ടശക്തികളെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്ത് അവകാശമാണുള്ളത്? ഞങ്ങൾ 2 കൈയും 2 കാലുമുള്ള വ്യക്തികളാണ്. ഈ ദുഷ്ടശക്തികളെന്ന് വരുന്ന അല്പമെങ്കിലും മനസാക്ഷിയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഐക്യദാർഢ്യം പറയാൻ വരുന്നത്. സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാലോട് സ്വദേശിനിയായ അനിതകുമാരിക്ക് ജപ്തി നോട്ടീസ് വന്നു. കേരള ബാങ്കിൽ നിന്നാണ് ജപ്തി നോട്ടീസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിക്കണോ മരിക്കണോ എന്നൊരു അറിഞ്ഞിടാത്തൊരു സാഹചര്യമാണ്. കിടക്കാടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് മറ്റൊരാളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്ത് പോൻ വഴി ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ഒന്നും അറിയില്ല. ഞാനിപ്പോൾ ആശാ വർക്കറായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് ഞാനിപ്പോൾ ആകെ തകർന്നു നിൽക്കുന്ന ഒരു നിലയിലാണ്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം പൊളിക്കാൻ പരിശീലന പദ്ധതിയുമായി സർക്കാർ രംഗത്തെത്തി. എല്ലാ ആശാ വർക്കർമാരെയും പങ്കെടുപ്പിച്ച് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാനിന് പരിശീലനം നൽകണമെന്നാണ് നിർദ്ദേശം. 24 തിരുവനന്തപുരം.